ഹേ വെൽക്കം ബാക്ക്. സോ ഇന്നത്തെ വീഡിയോ ഒരു ട്രാവൽ വ്ലോഗാണ് വിത്ത് മൈ ഫാമിലി. ആക്ച്വലി ഈ ട്രിപ്പ് കുറേ കാലമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്, പക്ഷേ ചില സിറ്റുവേഷൻസ് കാരണം പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു. അങ്ങനെ പിന്നെ കോളേജിൽ നിന്ന് ഒരു മെസ്സേജ് വന്നു, നാളെ കോളേജില്ല എന്നുള്ള കാര്യം. അപ്പോൾ സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ 2 ദിവസത്തെ ലീവാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, നാളെ തന്നെ പോകാമെന്ന് വിചാരിച്ചു. ഏകദേശം ഒരു മിഡ് നൈറ്റ് ടൈമിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ഒരു 3 o'clock 2 o'clock ആ ഒരു ടൈമിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇനി എവിടെ പോകണ ഡെസ്റ്റിനേഷനില്ലേ, അത് സത്യം പറഞ്ഞാൽ ഒരു പ്ലാനും ഇല്ലായിരുന്നു. കറക്റ്റ് എങ്ങോട്ട് പോകണം എന്നുള്ള ഒരു പ്ലാനും ഇല്ലായിരുന്നു. എന്തായാലും ഒരു റോഡ് ട്രിപ്പ് തന്നെ പോകണം എന്നായിരുന്നു, അതായത് 1 day റോഡ് ട്രിപ്പ് അങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ള ഒറ്റ മൈൻഡിലായിരുന്നു. പക്ഷെ എങ്ങോട്ട് പോകണം എന്നുള്ള ഒരു പ്ലാനും ഉണ്ടായിട്ടില്ലായിരുന്നു. ലാസ്റ്റ് ഫിക്സ്ഡായി ഊട്ടി. ഞാനിതുവരെ ഊട്ടിയിൽ പോയിട്ടില്ല. അപ്പം എന്തായാലും മസനഗുഡി വഴി ഊട്ടിയിലേക്ക് ഒരു യാത്ര, ആ ഒരു റോഡ് ട്രിപ്പ് വല്ലാത്ത രസം തന്നെ കേട്ടോ. അപ്പം അങ്ങോട്ടാണ് ഇന്നത്തെ പ്ലാൻ വിചാരിക്കുന്നത്. പക്ഷേ കറക്റ്റ് ഒരു പ്ലാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു ഇതിൽ പോവാണ്. അങ്ങനെ പിന്നെ 2 മണി 3 മണി ടൈമിൽ ഞങ്ങൾ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരു ടൈമിൽ ഈ ഒരു ട്രിപ്പ് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു കേട്ടോ, മസനഗുഡി വഴി ഊട്ടിലേക്ക്. അങ്ങനെ അന്ന് പോകുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പല കാരണങ്ങൾ കൊണ്ട് പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു. അറ്റ്ലാസ്റ്റ് ഇപ്പോഴാണ് നമുക്ക് പോകാൻ പറ്റിയൊരു ടൈം വന്നത്. ശരിക്കും ഈ ഒരു ടൈം പോകുന്നതുകൊണ്ട് തന്നെ ആ ഉറക്കത്തിൻ്റെ ഒറ്റ മൈൻഡിലായിരിക്കും, ഉറങ്ങണം എന്നുള്ള ഒറ്റ മൈൻഡിലായിരിക്കും. സംഭവം ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. പക്ഷെ ഉറക്കത്തിൻ്റെ കാര്യം വരുമ്പോൾ എക്സൈറ്റ്മെൻറ്റൊക്കെ എവിടെയോ പോകും. അങ്ങനെ പിന്നെ ഒരു സുഖമായപ്പോൾ പിന്നെ നിസ്കരിക്കാൻ കയറിയ സമയത്ത് ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ടീ ഒക്കെ കുടിക്കുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ ഉന്മേഷം വരിക. യെസ് ഗായ്സ്, അങ്ങനെ അത് കുടിച്ചുകൊണ്ട് നമ്മുടെ ഡെസ്റ്റിനേഷൻ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മളിപ്പോൾ പോവാണ്. നമ്മളേകദേശം ഒരു മോർണിംഗ് ഒക്കെ കഴിയുമ്പോഴത്തേനും ഒരു 7 o'clock കഴിയുമ്പോഴത്തേനും നമ്മൾ വയനാട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫോറസ്റ്റിലൂടെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. സോ ഭയങ്കര രസമായിരുന്നു കേട്ടോ അതിലൂടെ പോകാൻ വേണ്ടിയിട്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഫോറസ്റ്റിലൂടെ പോകുന്നത്. കോളേജിൽ നിന്ന് പോകുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെയൊന്നും എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല. ഫുൾ DJ, ഫ്രണ്ട്സ് ഉറക്കം അങ്ങനത്തെ മൈൻഡിലായിരിക്കും. ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. 1 ടൈമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഈ ഒരു ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതും ഭയങ്കര പീസായിട്ടുള്ളതാണ്. ആക്ച്വലി കുറച്ചും കൂടെ നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആനിമൽസിനും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റിയിരുന്നു. അതും കൂടെ ലക്ഷ്യം വെച്ചിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതൊരു 5th അല്ലെങ്കിൽ 6th o'clock ആയിരുന്നു കാണാൻ പറ്റുന്നുണ്ടാവുക. ഞങ്ങൾ വന്നപ്പോൾ ഒരു 7th 8th ആ ഒരു ടൈം എങ്ങാനും ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ആ ഒരു സമയത്ത് ആനിമൽസും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. എവിടുന്നോ 2 മാനിനെ കണ്ടു, വേറെ ഒന്നും കണ്ടിട്ടില്ലായിരുന്നു. അങ്ങനെ പിന്നെ വയലിൽ ഇതുപോലൊരു ഫ്ലവറിൻ്റെ ഒരു ഗാർഡൻ കണ്ടപ്പോൾ പിന്നെ അവിടെ ഇറങ്ങി. എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് അങ്ങനെ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മറ്റേ ചിപ്സ് തന്നെയല്ലേ, അതാണ്. പക്ഷേ ഇത് ഇവിടെ വഴിയിലാണ് കേട്ടോ, അതായത് സ്ട്രീറ്റിലാണ് ഇരിക്കുന്നത്. അപ്പം എന്താ പറയുക, നമ്മുടെ നാട്ടിലൊരു 20-30 രൂപ കൊടുത്തിട്ട് മേടിക്കുന്ന സാധനമാണ് കേട്ടോ ഇത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം ആയിട്ടുണ്ട്. ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് സത്യം ഞങ്ങൾ കഴിക്കുന്നത് മൈസൂർ, കർണാടകയിൽ നിന്നാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പോയി ലാസ്റ്റ് ചെറുതായിട്ടൊന്ന് ലൊക്കേഷൻ മാറിപ്പോയി. ലൊക്കേഷനല്ല, വഴി തെറ്റിപ്പോയി. അങ്ങനെ ഞങ്ങൾ നേരെ എത്തിയിട്ടുണ്ടായിരുന്നത് മൈസൂർ, അതായത് കർണാടകയിലായിരുന്നു. കാരണം ഞങ്ങൾ പോയ വഴി ചെറുതായിട്ടൊന്ന് തെറ്റിയതാണ്. പിന്നെ ഞങ്ങൾ തിരിച്ചിട്ടാണ് പിന്നെ ഊട്ടിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കർണാടക, അതായത് മൈസൂർ വരെ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് വഴി തെറ്റിയുള്ള കാര്യം മനസ്സിലായതോടെ പിന്നെ നേരെ തിരിച്ച് പിന്നെ ഞങ്ങൾ നേരെ ഊട്ടിക്കുള്ള റോഡായിരുന്നു. അതും നീലഗിരി വഴി അങ്ങനെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര രസമായിരുന്നു കേട്ടോ ആ ഒരു ലൊക്കേഷന്. അതായത് നല്ല അടിപൊളി റോഡായിരുന്നു. കാരണം എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിക്കണം ഏതാണ് മസനഗുഡി എന്നുള്ള കാര്യം. എന്തായാലും ആ ഫസ്റ്റ് പോകുന്ന ആ ഒരു സംഭവമൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. കാരണം ലൊക്കേഷനൊക്കെ നന്നായിട്ട് തെറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ ഊട്ടി ബോർഡർ അടക്കാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. സംഭവം നല്ല അടിപൊളി പ്ലേസാണ് കേട്ടോ. നമുക്ക് റോഡ് ട്രിപ്പൊക്കെ പോകാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. എല്ലാം നല്ല അടിപൊളിയായിട്ട് റോഡിൽ കാണാനൊക്കെ അത്യാവശ്യത്തിനുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ഭയങ്കര പീസായിട്ട് പോയി വരാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഊട്ടിയിൽ ഒരു ഡെസ്റ്റിനേഷനിൽ എത്തിയപ്പോൾ ഏകദേശം ഉച്ചയായിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് നേരെ ലഞ്ച് കഴിച്ചിട്ട് കാണാൻ പോകാമെന്ന് വിചാരിച്ചു. ലഞ്ച് ടൈം ആയിട്ടുണ്ടായിരുന്ന ഒരു സമയമായപ്പോൾ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫസ്റ്റ് ഇതെവിടെ സ്ഥലം എന്ന് എനിക്കറിയില്ല. ഞാൻ ഈ ഒരു ട്രിപ്പ് പോയിട്ട് ഏകദേശം 1 month കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴാണ് ഈ ഒരു ട്രിപ്പ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അങ്ങനെ പിന്നെ ഈ ഒരു സ്ഥലം എവിടെയെന്ന് എനിക്ക് ഓർമ്മയില്ല. ഒരു ഗാർഡൻ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മയിൽ. ഈസ് ഗാർഡനാണ്. 1 day ട്രിപ്പ് പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെ ഇങ്ങനെ സ്റ്റേക്കേഷനും കാര്യങ്ങളും നോക്കിയിട്ടില്ലായിരുന്നു. നേരെ ഡെസ്റ്റിനേഷൻ തപ്പാന്നുള്ളതായിരുന്നു. ഏതൊക്കെയാണ് ലൊക്കേഷൻ ഇവിടെ കാണാൻ പറ്റിയത് അത് കാണാന്നുള്ളതായിരുന്നു മെയിൻ പ്ലാൻ ഉണ്ടായിരുന്നത്. ഞങ്ങൾ പോകുന്ന സമയത്തുള്ള ക്ലൈമറ്റ് നോക്കുകയാണെങ്കിൽ ഭയങ്കര മഴയായിരുന്നു. മഴ ആയതുകൊണ്ട് തന്നെ വേറെ ലൊക്കേഷനിലൊന്നും ഇറങ്ങാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇവിടെ എത്തിയപ്പോഴായിരുന്നു ഒന്നും മഴ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കി ഫുൾ മഴയായിരുന്നു. അതുകൊണ്ടൊരു രസം ഉണ്ടായിട്ടില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. കാരണം മഴയത്ത് നമ്മൾ എവിടെയെങ്കിലും ഇറങ്ങുക എന്നുള്ളത് ഭയങ്കര പാടാണ്. പ്രത്യേകിച്ച് ഈ ഒരു സ്ഥലമൊക്കെ ഒന്നുകൂടെ നമുക്ക് നന്നായിട്ട് അറിയണം. അല്ലെങ്കിൽ അതിൻ്റെ ഒരു
ഒരു പ്രശ്നമുണ്ട്. സോ പോയ സമയം ഒരു മഴക്കാലമായതുകൊണ്ട് ഭയങ്കര മഴ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്ത്, കുറേ നേരം എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം പിന്നെ അവിടുന്ന് പോയി. ഇതൊക്കെ ഗാർഡൻസിൻ്റെ ആണ് കേട്ടോ. പിന്നെ ഇവിടുന്ന് ഞാൻ ഓവർ കവർ ചെയ്തിട്ടില്ല. അതൊക്കെ കണ്ടതിന് ശേഷം പിന്നെ നേരെ ഈ ഒരു സംഭവം കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. സോ ഇതൊരു സ്മോൾ ട്രിപ്പാണ് ആൻഡ് 1 ഡേ ട്രിപ്പാണ്. പെട്ടെന്നുണ്ടായൊരു പ്ലാനിങ് ട്രിപ്പാണ്. അപ്പോൾ പെട്ടെന്ന് ഞാൻ ആ വീടും കാര്യങ്ങളൊക്കെ എടുക്കാൻ വിചാരിച്ചു. ജസ്റ്റ് ഇങ്ങനെ ഡോക്യുമെൻ്റായി എടുത്ത് വെക്കാൻ ഭയങ്കര രസമല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് എടുത്തൊരു വ്ളോഗാണ്. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.